نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പടച്ച റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയുള്ളവരായി മുഹ്സിനീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് രഹസ്യത്തിലും പരസ്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും റബ്ബിനെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരികളെ, 1445 ദുൽഹിജ്ജ പൂർത്തിയായി 1446 ഹിജറ വർഷം മുഹറത്തിലേക്കാണ് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സ് നുബുവത്ത് കിട്ടുന്നത് വരെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആ നാട്ടുകാർ വിളിച്ചിരുന്നത് അൽ അമീൻ എന്നായിരുന്നു. 40-ന് ശേഷം മദീനയിലേക്ക് ഹിജറ പോകുന്നത് വരെയുള്ളൊരു 13 വർഷ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം വല്ലാത്ത പ്രതിസന്ധിയുടെയും നിഷ്കാസനത്തിന്റെയും പിന്തിരിപ്പിക്കലിന്റെയും മാനസിക ശാരീരിക പ്രതിസന്ധികളുടെയും ഒരു കാലഘട്ടമായിരുന്നു എന്ന് ബാലപാഠങ്ങളിൽ നമ്മൾ പഠിച്ചു വന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആദ്യത്തെ ഹിജറ സത്യത്തിൽ അന്ന് യസ്രിബ് എന്ന് വിളിക്കുന്ന ഇന്നത്തെ മദീനയിലേക്കായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എത്യോപ്യയിലേക്ക് ഒരു 15 അംഗ സംഘത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പലായനത്തിന് വിടുന്നുണ്ട്. അവിടേക്ക് തന്നെ രണ്ടാമത്തെ ഒരു സംഘം ആളുകളുമായി സ്വഹാബികളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുന്നുണ്ട്. ഈ ഒരു 13 വർഷ മക്ക കാലഘട്ടത്തിലായിരുന്നു ഇത് എന്ന് നമ്മളൊന്ന് അയവിറക്കേണ്ടതുണ്ട്. അവിടെ നിന്നൊക്കെ തിരിച്ചു വരുന്നുണ്ട്. പിന്നീട് ഈ ഒരു 13 വർഷ കാലയളവിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു ഊരുവിലക്ക് എന്നുള്ളത്. ബനു ഹാഷിം, ബനു മുത്തലിബ് തുടങ്ങിയ പ്രവാചകന്റെ കുടുംബക്കാരെ ആ നാട്ടുകാർ ഒന്നുമല്ലാത്ത രൂപത്തിൽ ഊര് വിലക്കുന്നുണ്ട്. അവരുമായി സംസാരിക്കുന്നില്ല, കച്ചവട ഇടപാടുകൾ നടത്തുന്നില്ല, കൊണ്ടുകൊടുക്കലുകൾ നടത്തുന്നില്ല. ശഅബ് അബീ ത്വാലിബ് എന്ന പേരുള്ള ഒരു മലഞ്ചെരുവ് 3 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ കുടുംബങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. കുട്ടികളുണ്ട് അവിടെ, വാർദ്ധക്യ സഹജമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട് അവിടെ, അപായ
ആബാലവൃദ്ധം ജനങ്ങളുമുണ്ട്. വിശപ്പ് വല്ലാതെ സഹിക്കുമ്പോൾ രാത്രിയുടെ ഇരുട്ടിൽ അവർ ഇറങ്ങി നടക്കുമ്പോൾ അവരുടെ കാലിൽ തട്ടുന്നത് എന്തോ അത് എല്ലാണെന്നോ അതല്ല കാഷ്ടത്തിന്റെ കഷ്ണമാണെന്നോ ഒന്നും പരിഗണിക്കാതെ അത് ഭക്ഷിച്ചിരുന്നിടത്തേക്ക് വല്ലാത്ത പ്രതിസന്ധി അനുഭവിച്ചിരുന്നു എന്നാണ്. 3 കൊല്ലം കഴിഞ്ഞ് ഊരുവിലക്ക് പിന്തിരിക്കുമ്പോൾ പിന്നെ റസൂലുള്ളാന്റെ 50-ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 50-ാമത്തെ വയസ്സിൽ നുബുവത്തിന്റെ 10-ാമത്തെ കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണലായി നിന്നിരുന്ന 2 പ്രധാന വ്യക്തിത്വങ്ങൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. ചരിത്രത്തിൽ ആമുൽ ഹുസ്ൻ ദുഃഖവർഷം എന്നാണ് ചരിത്രകാരന്മാർ ആ വർഷത്തെ രേഖപ്പെടുത്തിയത്. അബൂ ത്വാലിബ് എന്ന എളാപ്പയും ഖദീജ എന്ന ഭാര്യയും തണലായി നിന്നിരുന്നവരായിരുന്നു. അവർ ലോകത്ത് നിന്ന് വിട പറയുന്നുണ്ട്. ആ തണല് നഷ്ടപ്പെടുമ്പോൾ ചൂടാകുന്ന പ്രതിസന്ധി ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഒന്നുകൂടി ആക്കവും ഊക്കും കൂടുന്നുണ്ട്. ആ ആക്കത്തിൽ നിന്നും ഊക്കിൽ നിന്നും എന്തെങ്കിലും ഒരു ആശ്വാസം തന്റെ ഉമ്മന്റെ നാട്ടുകാരായ ത്വായിഫുകാരിൽ നിന്ന് കിട്ടുമോ എന്നറിയാൻ വേണ്ടി മക്കയിൽ നിന്ന് 80 കിലോമീറ്ററുകൾ യാത്ര തിരിച്ച് അവിടെ എത്തിയപ്പോൾ അങ്ങാടി പിള്ളേരെ വെച്ച് കയ്യിൽ കല്ലും കൊടുത്ത് പ്രവാചകനെ എറിയാൻ അല്ലേ ഏറ്റവും സുന്ദരവും ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകളായ കുട്ടികളെ പോലും പ്രവാചകനെ ശിക്ഷിക്കാൻ വേണ്ടി ആക്രമിക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തി എന്നായിരുന്നു. ആ ആശ്വാസത്തിന്റെ തിരുനാളവും അടഞ്ഞു എന്ന് കാണുമ്പോഴാണ് മക്കയിലേക്ക് തിരിച്ചു പോരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്റാഉം മിഅ്റാജും റസൂലുള്ളാഹിക്ക് ആശ്വാസം നൽകിക്കൊണ്ട് നടക്കുന്നത് ആ കാലയളവിലായിരുന്നു. റസൂലുള്ളാഹിക്ക് 5 നേരത്തെ സമ്മാനമാകുന്ന നമസ്കാരം ആകാശലോകത്ത് വെച്ച് കിട്ടുന്ന കാലയളവതായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ യസ്രിബിൽ നിന്ന് പ്രവാചകനിൽ വിശ്വസിച്ച് ഉടമ്പടി ഉണ്ടാക്കാൻ ചില ആളുകൾ എത്തുന്നത്. ഞാനൊന്ന് ഓടിച്ചു പോവുകയാണ് ആ 13 വർഷക്കാലത്തെ റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിലേക്ക്. അന്നത്തെ യസ്രിബിലെ ഇന്നത്തെ മദീനയിലെ ചില ആളുകൾ വന്നു. നബി, നിങ്ങൾ എന്തിനാ ഈ പ്രതിസന്ധി അനുഭവിക്കുന്നത്? നിങ്ങൾ പോരും, ഞങ്ങൾ നോക്കാം. ഞങ്ങളുടെ ശരീരത്തെക്കാൾ, ഞങ്ങളുടെ മക്കളെക്കാൾ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെക്കാൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം പോരും. റസൂലുള്ളാഹി പറഞ്ഞു, സമയമായിട്ടില്ല, നിങ്ങൾക്ക് തിരിച്ചു പോവാം. അവർ ഉടമ്പടി ഉണ്ടാക്കി. അവർ വന്ന ലക്ഷ്യം പൂർത്തീകരിച്ചവർ തിരിച്ചു പോകുന്നുണ്ട്. അവർ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ പിന്നിടുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുമതി നൽകുന്നത് പോകാം മദീനയിലേക്ക്. അതിന്റെ ഇടയിൽ 2 സ്വഹാബിമാരെ യസ്രിബിലേക്ക് മദീനയിലേക്ക് മണ്ണൊരുക്കാൻ വിട്ടു. അവിടെയൊക്കെ സെറ്റായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പെർമിഷൻ കിട്ടി. റസൂലുള്ളാഹി സ്വഹാബത്തിനെ വിളിച്ച് നിർദ്ദേശം കൊടുത്തു. മുഹറം മാസത്തിൽ പ്ലാനിംഗ് നടന്നു ഹിജ്റയുടേത്. ഒറ്റക്കും തെറ്റക്കുമായി ചില സ്വഹാബികൾ മുഹറമിൽ തന്നെ ആ ഹിജ്റ എന്ന ദുരന്തപൂർണമായ ജീവിത യാഥാർത്ഥ്യം അവർ നടപ്പിലാക്കാൻ തുടങ്ങി. സഫർ കഴിഞ്ഞു. റബീഉൽ അവ്വൽ മാസം എത്തിയപ്പോൾ അള്ളാന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അങ്ങ് വിദൂരത്തേക്ക് സ്വന്തം നാടിനെയും സ്വന്തം നാട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും വിട്ട് നിർബന്ധിതമായ ഒരു പലായനം നടന്നു. ആ പലായനത്തിൽ, ഹിജ്റയാകുന്ന പലായനത്തിൽ നമുക്ക് ലഭ്യമാകേണ്ട പാഠങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മിമ്പറിന്മേൽ നിന്ന് നമുക്ക് കേട്ടിരുന്നു. മദീനയിലെത്തി, യസ്രിബിലെത്തി. പിന്നീട് അത് മദീനത്തുൻ നബി, പ്രവാചകന്റെ റസൂലിന്റെ പട്ടണം എന്ന അർത്ഥത്തിൽ പേര് വരെ മാറ്റപ്പെട്ടു. മാസങ്ങൾ പിന്നിട്ട് അവിടുത്തെ ഒരു മുഹറം മാസം, അവിടുത്തെ മദീനയിൽ ഒരു മുഹറം മാസം അഥവാ മുഹറം 10 അവർ നോമ്പെടുക്കുന്നു. ജൂതന്മാരാണ്. ബനു ഖുറൈള, ബനു നളീർ, ബനു ഖൈനുഖാ 3 ഗോത്രമുണ്ടായിരുന്നു, ജൂത ഗോത്രങ്ങൾ. അവരിൽ നിന്നും അതാ ജൂതന്മാര് 10 നോമ്പെടുക്കുന്നു. സ്വഹാബികളും റസൂലുള്ളാഹിയും ചോദിച്ചു, അല്ല എന്താ ഇന്നൊരു സ്പെഷ്യൽ? അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്, ഇന്നൊരു നല്ല ദിവസമാണ്. ഇന്നൊരു നല്ല ദിവസമാണ്. കാരണം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിന്റെ സംഘമാകുന്ന ബനൂ ഇസ്രായേലുകാരെയും അവരുടെ ശത്രുവായ ഫിർഔൻ എന്ന വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കിയ സ്വജനപക്ഷപാതിയായ ഞാനാണ് റബ്ബെന്ന് വാദിച്ച ഏറ്റവും വലിയ ഫാഷിസ്റ്റായ അതേ ഫിർഔനിന്റെയും അവന്റെ സംഘത്തിൽ നിന്നും പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിന്റെ സഖാക്കളെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ്. റസൂൽ പറഞ്ഞു, ഞങ്ങളാണല്ലോ മൂസാ നബിയുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നത്, അതുകൊണ്ട് നോമ്പെടുക്കാം. അവിടെ മുതൽ ഒരു വേള കുറച്ചു കാലം നോമ്പ് നിർബന്ധമായിരുന്നത് പിന്നീട് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന രൂപത്തിലേക്ക് അത് ഐച്ഛികമായി.
എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ. മുഹറം വരുമ്പോൾ പ്രവാചകന്റെയും സഹാബത്തിന്റെയും ഹിജ്റ മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ബനു ഇസ്രായേലുകാരുടെയും ചരിത്രം കൂടി നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മുഹറവുമായി വല്ലാത്ത ബന്ധമുണ്ടെന്ന് ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ നമ്മളിപ്പോഴും ചോദ്യം ചോദിക്കുമ്പോൾ ഇസ്ലാമിക ക്വിസ് വരുമ്പോൾ ഏത് പ്രവാചകനെ കുറിച്ചാ അള്ളാഹ് കൂടുതൽ ഖുർആനിൽ പറഞ്ഞത്? നമ്മൾ പറയും മൂസ എന്ന്. ഏത് ചരിത്രമാ ആവർത്തിച്ച് പറഞ്ഞത്? അപ്പോഴും നമ്മൾ പറയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാ. ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണതെന്ന്? ചില ഗുണപാഠങ്ങൾ മുഹറമിൽ നമുക്ക് കിട്ടേണ്ടതുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന്. നിങ്ങൾക്കറിയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ടതിന്റെ വല്ലാത്തൊരു പാഠം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതാ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് അതേ ബനു ഇസ്രായേൽ ജനതയിൽ ആൺകുഞ്ഞുങ്ങൾ പിറക്കുന്നുവെങ്കിൽ അവരെ കശാപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന സർക്കുലർ ഇറങ്ങിയ ഓർഡർ ഇറങ്ങിയ ഒരു കാലഘട്ടം. അവിടെയാണ് ഉമ്മി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ഗർഭിണിയാവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന് മുമ്പേ മൂസാ നബിയുടെ ഉമ്മക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. വൗഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഇഹി. മൂസാ നബിയുടെ ഉമ്മക്ക് വഹ്യ് നൽകുന്നു, നിങ്ങൾ പാല് കൊടുത്തേക്കുക, മൂസ എന്ന കുഞ്ഞിന് പാല് കൊടുത്തേക്കുക. ഫഇദാ ഖിഫ്തി അലൈഹി, പേടിക്കുന്നുണ്ടോ എന്റെ കുഞ്ഞ് കൊല ചെയ്യപ്പെടുമെന്ന് ഒരു ഉമ്മ ഭയക്കുന്നുണ്ട് എങ്കിൽ ആ ഉമ്മക്ക് ആശ്വാസം നൽകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ ചെയ്യേണ്ടത് ഫൽഖീഹി ഫിൽ യം, കൊണ്ടുപോയി വെള്ളത്തിലിട്ടോ. ആരോടാ പറയുന്നത്? മാരടത്തിലേക്ക് ചേർത്ത് വെച്ച് അമ്മിഞ്ഞ പാൽ നുകർന്നുകൊണ്ടിരിക്കുന്ന ഏറെ നിലത്തു വെക്കാത്തൊരു പ്രായത്തിൽ തന്റെ കുഞ്ഞിനെ മാരടത്തിൽ നിന്ന് പറിച്ചെടുത്ത് അല്ലാഹു പറയുകയാണ് പെട്ടിയിലാക്കി കൊണ്ടുപോയി വെള്ളത്തിലിട്ടോ. കാരണം അല്ലാഹുവാണ് പറഞ്ഞത്, വലാ തഖാഫി വലാ തഹ്സനി, നീ പേടിക്കേണ്ട ദുഃഖിക്കേണ്ട, ഇന്നാ റാദൂഹു ഇലൈക, ഞാൻ നിനക്ക് തിരിച്ചു തരും അവനെ എന്നായിരുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു കൈക്കുഞ്ഞിന് ഒരു ഉമ്മ നൽകുന്ന സ്നേഹം എന്താണ്? ആ സമയത്ത് കൊലക്ക് കൊടുക്കാൻ തയ്യാറാകുമോ ഒരു ഉമ്മ? പക്ഷേ എന്താണ് വെള്ളത്തിലിട്ടാൽ സംഭവിക്കുക എന്ന് നൈൽ നദിയുടെ നാട്ടുകാരിയായ മൂസാ നബിന്റെ ഉമ്മക്ക് നല്ലോണം അറിയാം. വെള്ളത്ത് കൊണ്ടുപോയിട്ട എന്റെ കുഞ്ഞെന്താവാന്ന് നല്ലോണം നൈൽ നദിയുടെ നാട്ടുകാരിയായ ഉമ്മക്കറിയാം. പക്ഷേ പറഞ്ഞത് റബ്ബാണ്. കൂട്ടരെ, പറഞ്ഞത് റബ്ബാണ്, അല്ലാഹുവാണ്. അടിവരയിടേണ്ട വാചകമാണ്. തന്നെ പടച്ച പരിപാലിക്കുന്ന തന്റെ മനസ്സറിയുന്ന റബ്ബാണ് പറഞ്ഞത്. പെട്ടിയിലാക്കി വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് അതിന്റെ അപ്ഡേഷൻ അറിയാൻ സഹോദരിയെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരിയെ പിന്നാലെ വിടുമ്പോൾ എവിടെ നിന്നാണോ കുഞ്ഞിനെ കൊല്ലണം എന്ന ഓർഡർ ഇറങ്ങിയത് അതേ കൊട്ടാരത്തിലേക്ക് അതാ കുഞ്ഞ് പതിയെ പതിയെ എത്തുന്നു. അവിടെ ചർച്ചയാകുന്നു, വളർത്താമെന്ന തീരുമാനമെത്തുന്നു. നാട്ടിൽ മാറിടത്തിൽ പാലുള്ള മുഴുവൻ സ്ത്രീകളെയും കൊട്ടാരത്തിലേക്ക് എത്തിക്കുന്നു. പക്ഷേ മൂസ എന്ന കൈക്കുഞ്ഞ് ആരുടെയും മാറിടത്തിലേക്ക് തിരിയുന്നില്ല. അഥവാ സഹോദരി ബുദ്ധിപരമായി ഇടപെട്ടു, എനിക്കറിയാം ഒരാളെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഉമ്മയെ കൊണ്ടുവരുന്നു. അല്ലാഹുവിന്റെ വാചകം, അല്ലാഹുവിന്റെ വാഗ്ദാനം, ഇന്നാ റാദൂഹു ഇലൈകി, ഞാൻ തിരിച്ചു തരും അവനെ നിങ്ങൾക്ക് എന്നായിരുന്നു. നോക്കണേ നിങ്ങൾ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് കൂട്ടരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മുഹറമും ചേർന്ന് വന്ന ഒരു കാലത്ത് നമ്മൾ അറിയേണ്ട ഒന്നാമത്തെ പാഠം, അള്ളാനെ സൂക്ഷിച്ചാലേ അള്ളാഹ് നമ്മളെയും സംരക്ഷിക്കുമെന്ന വല്ലാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കുവിൻ, ഇജ്അൽ ലഹു മഖ്റജ, അള്ളാഹ് തുറന്നു തരും. വല്ലാതെ കുടുങ്ങിയപ്പോഴേ പലിശ മാത്രമേ മുന്നിലുള്ളൂ എന്ന് പിശാച് നമുക്ക് തോന്നിപ്പിച്ച് തന്നെയപ്പോഴും അള്ളാഹ് പറഞ്ഞത് എന്താണെന്നറിയോ? ഇത്തഖില്ലാ, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കുവിൻ. ഇല്ല, റബ്ബിന്റെ അതിരു വിട്ടുകൊണ്ടുള്ള ഒരു പണി എന്റെ അടുത്തില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ? ഇജ്അൽ ലഹു മഖ്റജ, അള്ളാഹ് തുറന്നു തരും വഴി എന്നാണ്. അതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. മൂസാ നബിനെ കൊണ്ടുപോയി വെള്ളത്തിലിടാനാ പറഞ്ഞത്. പക്ഷെ അള്ളാഹ് പറഞ്ഞതോ കൊണ്ടയിട്ടു, അള്ളാഹ് തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് കൂട്ടരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിടത്ത് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ ഏറ്റെടുക്കുമെന്ന വല്ലാത്തൊരു സന്ദേശം ഇവിടെ നമുക്ക് ലഭ്യമാകുന്നു. ഒന്ന്. രണ്ടാമത്തേത്, ഒരു സ്വഭാവ മാതൃക കിട്ടുന്നുണ്ട്.
പലപ്പോഴും എവിടെയാണ് പിണക്കങ്ങളും എവിടെയാണ് കലഹങ്ങളും എവിടെയാണ് പ്രതിസന്ധികളും എന്ന് ചോദിച്ചാൽ നമ്മുടെ സംസാരം കൊണ്ടാണ്. എങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ സ്വഭാവപരമായ ഒരു മാതൃക എന്താണെന്നറിയോ? അള്ളാഹ് വിളിച്ചു ഹാറൂൻ നബിയെയും മൂസാ നബിയെയും, എന്നിട്ട് അവരോട് പറഞ്ഞു ഇദ്ഹബാ ഇലാ ഫിർഔൻ, ഫിർഔനിലേക്ക് പോണം. എന്നിട്ട് ഫിർഔന്റെ ഒരു വിശേഷണം പറഞ്ഞത് അള്ളാഹ് തന്നെ പറഞ്ഞത് എന്താണോ? ഇന്നഹു തുഗാ, അവൻ വല്ലാതെ അതിരുവിടുന്നു. ആരാ പറയുന്നത്? പടച്ച റബ്ബാ പറയുന്നത്. നിങ്ങൾക്ക് പോകാനുള്ള ആൾ ആരാന്നറിയോ? അവൻ വല്ലാതെ അതിരുവിടുന്നവനാണ്. എന്നിട്ട് അള്ളാഹ് അടുത്ത അത് തുടർന്നതെന്ന് ഫഖൂല, അങ്ങനെയാണെങ്കിലും ഫഖൂലാ ലഹു, അവനോട് നിങ്ങൾ സംസാരിക്കേണ്ടത് ഖൗലൻ ലയ്യിന, മാന്യമായിട്ടാണ്. മാന്യമായിട്ട്. ആര്? ഞാനാണ് റബ്ബെന്ന് പറയുന്ന, പടച്ച റബ്ബിനെ വെല്ലുവിളിക്കുന്ന മഹാതിക്രമിയായ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസാ നബിയെയും ഹാറൂൻ നബിയെയും അള്ളാഹ് നിശ്ചയിക്കുമ്പോ അള്ളാഹ് പറയുന്ന വർത്താനം എന്താണെന്നറിയോ? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, പറയണം മാന്യതയുടെ വർത്തമാനം, സത്യം തുറന്നു പറയണം. അവനെ എതിർക്കേണ്ടിടത്ത് എതിർക്കണം. പക്ഷേ പ്രതിപക്ഷ ബഹുമാനം എന്നത് ഇസ്ലാമിന്റെ അടിത്തറയാണ്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, മാന്യമായിരിക്കണം സംസാരമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്കിൽ കൂട്ടരെ ആലോചിച്ച് നോക്കി, ഓൻ അള്ളാനെ അംഗീകരിക്കണില്ല, മതം അംഗീകരിക്കണില്ല, അള്ളാനെ വെല്ലുവിളിക്കണോനാ. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, കഅബയെ ഖിബ്ലയായി സ്വീകരിക്കുന്ന, ഖുർആൻ അംഗീകരിക്കുന്ന, ബിസ്മില്ല ചൊല്ലി അറുത്തത് ഭക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിൽ ഞാനും നിങ്ങളും എത്ര കണ്ട് മാന്യത പുലർത്തണം എന്ന വല്ലാത്തൊരു സന്ദേശം ഇസ്ലാം നമുക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇടപെടലിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മറ്റൊരു മാതൃക മൂസാ നബിയുടെ ഒരു ഹിജ്റ പഠിപ്പിച്ചിരുന്നുണ്ട് ഖുർആൻ. അല്ലേ? നാട് വിട്ടു പോകുന്നുണ്ട് ഫിർഔനെ പേടിച്ചിട്ട്. കയ്യബദ്ധത്താൽ ഒരു കൊലപാതകം നടന്നു. ഫിർഔൻ അറിഞ്ഞു ഇനി അടുത്തത്, കാരണം കാത്തു നിൽക്കുന്ന ഫിർഔനിന്റെ മുമ്പിൽ ഇനി തന്റെ ശിരസ് ഛേദിക്കപ്പെടുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടു ഭാഗം നോക്കാതെ നാട് വിടുന്നുണ്ട്. ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പും ലൊക്കേഷനും ഗതാഗത വകുപ്പും ഒന്നും സജീവമാകാത്ത ആധുനിക വാഹനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു നടത്തം നടക്കുന്നുണ്ട്. കൂട്ടരെ, വല്ലാത്തൊരു ഹിജ്റയായിരുന്നു അത്. എത്തിപ്പെടുന്നത് മദീനയിലാണ്. മദീനയിൽ ഒരു കിണറിന്റെ സമീപത്തൊരു തണലിൽ അദ്ദേഹം എങ്ങനെ ഇരിക്കുമ്പോൾ ആ കിണറ്റിൽ നിന്നും കുറച്ച് പുരുഷന്മാർ വെള്ളം കോരുന്നുണ്ട്. രണ്ട് യുവതികൾ മാറി നിൽക്കുന്നുണ്ട്. ഇരുന്നിടത്ത് നിന്ന് ഇനി എന്താ മുന്നിലെന്ന് ശൂന്യത മാത്രമുള്ള, താമസമെന്ത് ഭക്ഷണമെന്ത് ഇനി അങ്ങോട്ടെന്ത് പേടിച്ച് ഭയന്നിരിക്കുന്ന മൂസാ നബി ആ വിട്ടു നിൽക്കുന്ന രണ്ട് സ്ത്രീകൾ അടുത്തേക്ക് ചെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം വേണം, വീട്ടിലുള്ളത് പ്രായം ചെന്ന പിതാവാണ്, ഇവിടെ വരാൻ കഴിയില്ല, പുരുഷന്മാർ പോയിട്ട് വെള്ളം കോരിപ്പോണം. മൂസാ നബി ഇടപെട്ടു, ആവശ്യം നിർവഹിച്ച് തിരിച്ചു അവരെ പറഞ്ഞയച്ച് വീണ്ടും തണലിലേക്ക് വന്നിരുന്നു. ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന ഇന്ന് ജുമുഅ കഴിഞ്ഞു പോയി നമ്മളൊന്ന് മനഃപ്പാടമാക്കേണ്ട പ്രാർത്ഥനയാണ്. അതേ വിശുദ്ധ ഖുർആൻ നമുക്കത് പഠിപ്പിച്ചു തന്നു. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, പടച്ചോനെ ഞാൻ ഫഖീറാണ്. സത്യത്തിൽ ഫഖീർ എന്ന അറബി പദത്തിന്റെ പൂർണ്ണാർത്ഥം വിശദീകരിക്കുന്ന ഒരു ആയത്താ കൂട്ടരെ അത്. അല്ലാഹുവേ, നീ എന്തിറക്കി തന്നാലും അത് സ്വീകരിക്കാൻ മാത്രം ഞാനൊരു ഫഖീറാണ്. അതുകൊണ്ട് നീ എന്തിറക്കി തന്നാലും സ്പെഷ്യലായി ആവശ്യം പറയാതെ അല്ലാഹുവിന്റെ മുമ്പിൽ തന്റെ നിസ്സഹായതയെ തുറന്നു വെക്കുന്ന മൂസാ നബിയുടെ മനസ്സകങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വല്ലാത്തൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനക്ക് അള്ളാഹ് നൽകിയ 4 രൂപത്തിലുള്ള ഉത്തരം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒന്ന്, പോയ പെൺകുട്ടികളിൽ ഒരാൾ തിരിച്ചു വന്നു. എന്നിട്ട് മൂസാ നബിയോട് അവർ പറഞ്ഞു, ഇന്ന അബീ യദ്ഉക, നിങ്ങൾ എന്റെ ബാപ്പ വിളിക്കുന്നുണ്ട്, ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം തന്നതിന്റെ കൂലി തരാനാ. അള്ളാഹ് ഇറക്കി കൊടുക്കുന്ന എന്തും ആവശ്യമുള്ള മൂസാ നബിയുടെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി വാഗ്ദാനം ചെയ്യുന്നു. ഒന്നാമത്തേത് പണ്ഡിതൻ, അദ്ദേഹത്തിന് കൂലി. കാരണം ശൂന്യതയെ കൂട്ടരെ ഒന്നുമില്ല, വേറെ ഏതോ നാട്ടില, വഴി കൂടി അറിയില്ല, ആരാ എന്താന്നറിയില്ല, ഒന്നുമില്ല. അവിടെയാണ് ആദ്യം അള്ളാഹ് ഇറക്കി കൊടുത്തത്, കൂലി കൊടുത്തു. രണ്ടാമത്തേത് വീട്ടിലേക്ക് ചെന്നപ്പോൾ മഹാനായ ഒരു പിതാവ് അവിടെയുണ്ട്. തന്റെ മനസ്സൊന്ന് തുറക്കാൻ മൂസാ നബിക്ക് അവിടെ അവസരം കിട്ടി. കുടിസതയിൽ വല്ലാത്ത പ്രതിസന്ധിയിലാകുന്ന ഒരു മനസ്സൊന്ന്
പെൺകുട്ടികൾ ബാപ്പന്റെ മുമ്പിലെ മൂസാ നബി തുറന്നു വെച്ചു. അദ്ദേഹത്തിന്റെ ഒരു വാചകം ഖുർആൻ പറഞ്ഞു, ലാ തഖഫ് മൂസ, നിങ്ങൾ പേടിക്കേണ്ട, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, നിങ്ങൾ അക്രമികളിൽ നിന്ന് രക്ഷപ്പെട്ടു, നിങ്ങളൊന്നും പേടിക്കേണ്ട. ആ ഒരു വാചകം പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിന് വല്ലാത്ത കുളിരായിരുന്നു. രണ്ടാമത്തെ ഉത്തരത്തിന്റെ രൂപം. മൂന്നാമത്തേത്, അവർക്ക് ജോലി കിട്ടുന്നു മൂസാ നബിക്ക്. ഖാലത്ത് ഇഹ്ദാഹുമാ, ആ പെൺകുട്ടികളിൽ ഒരാൾ വാപ്പയോട് പറഞ്ഞു, യാ അബത്തി ഇസ്തഅ്ജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിൽ അമീൻ, നമുക്ക് കൂലി കൊടുത്ത് ജോലിക്ക് വെക്കാൻ പറ്റിയ കവിയാണ്, ശക്തവാനാണ്, അതോടൊപ്പം തന്നെ വിശ്വസ്തനുമാണ്. നമുക്ക് വിശ്വസിച്ച് അതേ ഏറ്റെടുത്ത പണി കൃത്യമായി ചെയ്യാൻ പറ്റിയ ആളാ, ജോലി കൊടുക്കാം. ജോലി കിട്ടി. നാലാമത്തേത് കുടുംബമാകുന്നു. ആ രണ്ട് പെൺകുട്ടികളിൽ ഒരാളെ ബാപ്പ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു നിശ്ചിത മഹറിന് തീരുമാനമാക്കി കൊടുത്തു എന്നും ചരിത്രമല്ല, ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പവറുണ്ട് കൂട്ടരെ പ്രാർത്ഥനയ്ക്ക്. പക്ഷെ ആ പ്രാർത്ഥന എങ്ങനെ ആവണമെന്നറിയോ? അള്ളാഹുവിനെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സൊന്ന് ഉയർന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അതേ വിലയുണ്ടാവുള്ളൂ. അള്ളാഹ് എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയ്ക്ക്. അതല്ലാതെ ഞാൻ കുറെ പറഞ്ഞു, കുറെ ആവശ്യപ്പെട്ടു, ഞാനാണ് ഇപ്പൊ കുറച്ചൊക്കെ നാട്ടിൽ അള്ളാഹിനെ പേടിച്ച് ജീവിക്കണം. എന്റെ അയൽപ്പക്കക്കാരും എന്റെ ഷോപ്പിലുള്ളവരും എന്റെ പാർട്ട്നേഴ്സും ഒക്കെ പലപ്പോഴും ഹറാമിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ കുറച്ച് കണിശമായി സാമ്പത്തിക ഇടപാടുകളും വ്യക്തി ജീവിതത്തിലൊക്കെ സൂക്ഷ്മത പുലർത്തുമ്പോഴും എന്റെ ഇപ്പൊ പടച്ചോ ഞാൻ ചോദിച്ചത് തരാത്ത്, ഇന്നെന്തപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിക്കുന്നത് വിവരമില്ലാത്തതിന്റെയും അജ്ഞതയുടെയും നന്ദികേടിന്റെയും അടയാളമാണ്. കാരണം വിശ്വാസം ഉറക്കാത്തതാണ്. അതല്ല, യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു മറുപടി ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ കൂട്ടരെ, വിശ്വാസം ദൃഢമെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം? വിശ്വാസം ദൃഢമല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇതര മതസ്ഥരുമായും വിശ്വാസം പൂർണ്ണമല്ലാത്ത മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലും ജീവിക്കുന്നവരാണ്. ഈ വിശ്വാസം നെഞ്ചിന്റെ അകത്തേക്ക് വരുമ്പോ കിട്ടുന്ന ഒരു സമാധാനം, അത് കിട്ടാത്തവർ അവരുടെ വർത്തമാനങ്ങളിൽ നിന്നും അവരുടെ ഇടപെടലുകളിൽ നിന്നും അവരുടെ ഇടപാടുകളിൽ നിന്നും നമുക്കൊക്കെ അനുഭവമുണ്ട്. അവിടെയാണ് സമാധാനം കിട്ടുന്ന ഒരു വിശ്വാസം. നിങ്ങൾക്കറിയോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ സാഹിറുകൾ വായിക്കേണ്ടതാണ്. സൂറത്തുൽ ആറാഫും സൂറത്തു ത്വാഹയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും മൂസാ നബിയുടെ ചരിത്രം. അഥവാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പരാജയപ്പെടുത്താൻ ഫിർഔൻ കൊണ്ടുവന്ന കുറച്ച് മായാജാലക്കാരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മത്സരിക്കാൻ വന്നതാ, എതിർപക്ഷത്ത് മൂസാ നബിയെ നിർത്തി വന്നവരാ. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവർ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും ഒപ്പം ചേർന്നു. ആരാന്നറിയോ? ഫിർഔൻ കൊണ്ടുവന്ന, ഫിർഔൻ ആരാണെന്ന് പച്ചക്കറിയുന്ന സാഹിറന്മാരായിരുന്നവർ. ഫിർഔൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് എന്നും ഞങ്ങൾക്ക് വലിയ വലിയ ഓഫറുകൾ സമ്മാനിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നും തിരിച്ചറിവുള്ള മായാജാലക്കാർ സത്യം ബോധ്യപ്പെട്ടപ്പോൾ അവരൊരു പ്രഖ്യാപനം നടത്തി. സത്യം മനസ്സിലാക്കിയപ്പോൾ അവർ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണുകൊണ്ട് അവർ പറഞ്ഞു, ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബി മൂസ വ ഹാറൂൻ, അത് മൂസയുടെയും ഹാറൂന്റെയും റബ്ബാണ്. ഫിറൗൻ തിരിച്ചു ചോദിച്ചു, എന്റെ പെർമിഷൻ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കുകയോ? നിങ്ങളെ ഞാൻ ക്രോസായി ഛേദിക്കും, വലതു കൈ മുറിച്ച് ഇടതു കാല് മുറിച്ചിട്ട് നിങ്ങളെ ഞാൻ കുരിശിലേറ്റും. അവൻ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുമെന്നറിയുന്ന സാഹിറന്മാർ പറഞ്ഞു, നീ വിചാരിച്ചത് ചെയ്യണോ? ഫഖ്ലി അന്തമാ ഖാലി, നീ ചെയ്തോ, നിനക്ക് ഇവിടുന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പരലോകമാണെന്ന്. കൂട്ടരെ, അതുണ്ടല്ലോ ആ ഒരു വിശ്വാസം, കണിശമായ വിശ്വാസം. ബാക്കി ഇടപാടുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ആവാം. പക്ഷേ ഇസ്ലാമിന്റെ വിശ്വാസ രംഗത്ത് കണിശത പാലിക്കാത്തൊരു വിശ്വാസിക്ക് കൂട്ടരെ മുന്നോട്ട് പോകാൻ കഴിയില്ല. വ്യതിരക്തത ഉണ്ട് ഇസ്ലാമിൽ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 9ഉം 10ഉം ഉണ്ട് മുഹറമിൽ. 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടുള്ളൂ. 9 റസൂലുള്ളാഹി പറഞ്ഞു ഞാൻ എടുക്കുന്നു. പ്രാധാന്യം കുറവല്ല, പക്ഷെ രണ്ടും എടുക്കണം. പക്ഷേ ജൂതന്മാര് 10 എടുക്കണ്ടല്ലോ, നമ്മൾ ഓലും 10 എടുക്കണ്ടല്ലോ നബി, നമുക്കും അതേ ഉള്ളൂ എന്നാ സ്വഹാബികൾ വന്ന് ചോദിച്ചു. അപ്പോഴാണ് നബി പറഞ്ഞത്, എന്നാൽ നമുക്ക് ജൂതന്മാരിൽ നിന്നൊന്ന് വ്യതിരക്തമാവാം, 9 നിങ്ങൾ എടുത്തോളി. മറ്റു മതസ്ഥരിൽ നിന്ന് വ്യത്യസ്തനാവുക എന്നുള്ളത് ഇസ്ലാമിന്റെ അടിത്തറയാണ്. നോമ്പിന്റെ സമയത്ത് അത്താഴം കഴിക്കാൻ പറഞ്ഞു നമ്മളോട്. അതിന്റെ കാരണം റസൂലുള്ളാഹി എന്താ പറഞ്ഞെന്നറിയോ? ജൂതന്മാരും ക്രൈസ്തവരും അവർ നോമ്പെടുക്കുമ്പോൾ അത്താഴം കഴിക്കാറില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് അത്താഴം കഴിച്ചാൽ അതിൽ ബർക്കത്തുണ്ട് എന്ന്.
മീശവട്ടാനും താടി നിർത്താനും പറഞ്ഞ ഹദീസിലും തന്നെ പറഞ്ഞത് ജൂതന്മാരും ക്രൈസ്തവർക്കും നിങ്ങളെ എതിരാവാൻ വേണ്ടി, അവർക്ക് എതിരാവാൻ വേണ്ടി നിങ്ങൾ മീശവട്ടിക്കളിൽ താടി നിർത്തിക്കളിൽ റസൂലുള്ള പറഞ്ഞതാണ്. ഖബറ് പൊന്തിച്ചത് സമനിരപ്പാക്കാൻ പറഞ്ഞപ്പോഴും റസൂലുള്ള പറഞ്ഞു, ജൂത ക്രൈസ്തവർ അവരുടെ വേണ്ടപ്പെട്ടവരുടെ ഖബറുകൾ കെട്ടി ഉയർത്തുന്നുണ്ട്, നമുക്കത് വേണ്ട എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. ചില വസ്ത്രങ്ങൾ നമുക്ക് പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? വ്യതിരക്തമാ വിശ്വാസം അത് ദൃഢമായാൽ അള്ളാഹു ഏറ്റെടുക്കുമെന്നൊരു സന്ദേശം കൂടി മൂസാ നബിയുടെ ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അള്ളാഹു പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വനസല്ലിമു അലാ ഖാതമൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹനെ പേടിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചപ്പോൾ അള്ള മാസങ്ങളെ 12 എണ്ണമായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹിന്റെ വാചകമാണ്. ആ 12 മാസങ്ങളിൽ 4 എണ്ണം പവിത്രമാണ്. ആ 4 എണ്ണത്തിൽ 3 എണ്ണം തുടർച്ചയായിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവുമാണ് ആ 3 തുടർച്ചയായി വരുന്ന പവിത്രമാക്കപ്പെട്ട മാസം. പിന്നെയൊന്ന് റജബാണ്. ഇങ്ങനെ 4 മാസങ്ങളെ 12 എണ്ണത്തിൽ നിന്ന് പവിത്രമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുഹറമിനെ കുറിച്ച് അള്ള പറഞ്ഞത് ഷഹറുല്ലാഹ്, അള്ളാന്റെ മാസമാണ്. 5 മക്കളുള്ള ഒരു ബാപ്പ 3ാമത്തോനെ അങ്ങനെ ചേർത്തി പിടിച്ചിട്ട് നിന്റെ കുട്ടിയാണ് എന്ന് പറയുമ്പോ ബാക്കി 4 ആൾക്കാരും മൂപ്പരെ കുട്ടി അല്ലാത്തതുകൊണ്ടല്ല. എന്നാലും എന്തോ ഉണ്ട്. ഷഹറുല്ലാഹ്, അള്ളാന്റെ മാസാണത്. കുട്ടരെ, ഇത് അള്ളാന്റെ മാസാണ്. അത് അങ്ങനെ തന്നെ പരിഗണിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ്. അഫ്ളലുസ് സിയാം ബഅദ റമളാൻ, റമളാനിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാന്റെ മാസമായ മുഹറമിലെ നോമ്പാണ് എന്ന്. 9ഉം 10ഉം അതിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം 10നെ എടുത്തു പറഞ്ഞു. അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹു, മുൻകഴിഞ്ഞ 1 വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നാണ് അള്ളാഹുവിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് 1 കൊല്ലത്തെ ഓഫറാണ് നമുക്ക് തരുന്നത്. 9 ഉണ്ട്, 2 നോമ്പുള്ളത്. ചൊവ്വയും ബുധനുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ നോൽക്കണം. നമ്മളെല്ലാവരും നോൽക്കാറുണ്ട്. നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളും ഒക്കെ ഒന്ന് ഇതേറ്റ നിർബന്ധമൊന്നുമല്ല. നമ്മൾ റമളാൻ മാസത്തിൽ എടുക്കുന്ന പോലെ വാജിബായ നോമ്പൊന്നുമില്ല. പക്ഷെ നമ്മളെ കുട്ടികൾ എടുത്ത് ശീലിക്കട്ടെ. അത് നാട് വിട്ട് കച്ചവടം ലക്ഷ്യം വെച്ച് നാട്ടിൽ കൂടിയവർ നാട്ടിലേക്ക് ഒരു കോൾ ചെയ്യണം. ചൊവ്വയും ബുധനും ആണല്ലോ. തിങ്കളാഴ്ച അത്താഴത്തിന് പുലർച്ചക്കൊന്ന് കുട്ടികളെ വിളിച്ചളെ എന്ന് ഭാര്യനോടൊന്ന് വിളിച്ച് പറയണം കൂട്ടരെ. അതല്ലെങ്കിൽ പിന്നെ എന്താ, എങ്ങനെയാ നമ്മൾ ഓലെ സ്വർഗത്തേക്ക് കൊണ്ടുപോവാ? അതുകൊണ്ട് 9ഉം 10ഉം കുടുംബം ഒന്നിച്ച് നോമ്പെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവട്ടെ. അതിന് നമ്മൾ കാരണമാകട്ടെ. മറ്റൊന്ന് കൂട്ടരെ, ഈ 4 പവിത്രമാക്കപ്പെട്ട മാസങ്ങളിലെ മുഹറം മാസത്തെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഗണന എണ്ണുമ്പോൾ 1ാമത്തെ മാസാക്കി വെച്ചത്. 12 എണ്ണത്തില് ആദ്യത്തേത് നമുക്ക് എണ്ണി തുടങ്ങേണ്ട മുഹറം ആയിക്കോട്ടെ എന്ന് പറയാം. അപ്പൊ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. എന്നാ വേറൊരു വിരോധാഭാസം എന്താണെന്നറിയോ? നമ്മളെ നാട്ടുകാർക്ക്, ചില ആൾക്കാർക്കൊക്കെ ഈ മുഹറം പിറന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം നഹ്സാണ് എന്ന് പറഞ്ഞാൽ ദുശകുനമാണ്. ഇപ്പോഴും നിങ്ങൾ ആ വീട്ടിലും നമ്മളെ ഷോപ്പിലും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ തൂങ്ങുന്ന ചില കലണ്ടറുകൾ ഇപ്പോഴും എന്താണെന്നറിയോ? നഹ്സ് കാണാം. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി. ചിലതിൽ എല്ലാറ്റിലും ഉണ്ടാവില്ല. ഒരു പക്ഷെ ചെറിയ തലമുറക്ക് അത് വല്ലാതെ അറിഞ്ഞോളൊന്നുമില്ല. പ്രായമുള്ളവർക്ക് കുറച്ച് കൂടുതൽ അത് അറിയുന്നുണ്ടാവും. നഹ്സാണ്. നഹ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ആ ദിവസത്തില് ഒരു വീട് കൂടാൻ പറ്റില്ല, ഒരു ഷോപ്പൊന്നും ഇനാഗുറേറ്റ് ചെയ്യാൻ കഴിയില്ല, നമുക്കൊരു കല്യാണം വെക്കാൻ പറ്റൂല, കുട്ടിന്റെ ഒരു നല്ലതൊന്നും തുടങ്ങാൻ പറ്റൂല. ഇപ്പോഴും ഉണ്ട് കൂട്ടരെ ആ വിശ്വാസം. എന്നാ അള്ള പറഞ്ഞ എന്താ? ഷഹൂറുല്ലാഹ്, അള്ളാന്റെ മാസാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ സംഭവം പറഞ്ഞിട്ട് ഇത് നല്ല ദിവസമാണെന്നാ പറഞ്ഞത്, നല്ല മാസാന്ന് പറഞ്ഞത്, പവിത്രമായ മാസാണ്. അള്ളയും ഖുർആനിലും ഹദീസിലും പറഞ്ഞതാ. പക്ഷെ നമ്മളെ നാട്ടിലെ ചില ആൾക്കാർ എന്ത് ചെയ്തു? അതിനെ നഹ്സാക്കി കൂട്ടരെ. എന്നാ എവിടുന്ന് അത് വന്നതെന്നറിയോ? ഇത് വന്നത് വേറൊരു ചരിത്ര, നമ്മൾ വേറെ പഠിക്കേണ്ടതാ. നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഉണ്ടായിരുന്നുവല്ലോ, ഹസൻ ഹുസൈൻ റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹുമ. അവരിൽ ഒരാള് കർബലയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടത്, വഞ്ചനയിലൂടെ കൊല ചെയ്യപ്പെട്ടത് ഈ ദിവസത്തിലാണ്, മുഹറം 10-ന്. അതുകൊണ്ട് തന്നെ ഷിയാക്കൾ ഉണ്ടല്ലോ, ഷിയാക്കള് ഈ ദിവസത്തെ അവര്
നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പലർക്കും പരിചയം ഉണ്ടാവും. ഷിയാക്കൾ ഇതിന് ദുഃഖാചരണമായിട്ടൊക്കെ കാണുക. അവിടെ നിന്നാണ് എന്ത് ചെയ്തത്, മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലേക്ക് ഈ സംഗതി വന്നത്. എവിടുന്ന്? ഷിയാക്കള് നമുക്ക് പറഞ്ഞുതരാം, കാരണം അവര് ലക്ഷ്യ ഇസ്ലാം പൊളിക്കലാണ്. അവരെന്നാണ് പലപ്പോഴും വന്നത്. അതുകൊണ്ട് ഇനി നമ്മുടെ മനസ്സിൽ ആ വിശ്വാസം ഉണ്ടാവാൻ പാടില്ല. അറിയാത്ത കാലത്ത് ആ വിശ്വാസം മനസ്സിൽ കൊണ്ടുവന്നാൽ അള്ളാഹു അത് പുറത്തു തന്നേക്കാം. പക്ഷെ അറിഞ്ഞിട്ട് ഈ കൂടുതൽ അറിയണമെങ്കിൽ നമ്മളൊന്ന് കർബല പഠിക്കണം, കർബലയുടെ ചരിത്രം പഠിക്കണം, ആ ചരിത്ര പശ്ചാത്തലം ഉണ്ടാവണം. എന്തായിരുന്നു അവിടെ പ്രശ്നം എന്ന് പറയണം, എന്താണ് ഷിയാക്കളുടെ പ്രശ്നം എന്ന് പഠിക്കണം. ഷിയാക്കൾ എന്തിനാ മുന്നിട്ടിറങ്ങിയതെന്ന് പഠിച്ച തീരുന്ന പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിന്റെ അകത്ത് നഹ്സ് ഇല്ല, പ്രത്യേകിച്ച് മുഹറമിന്റെ അകത്ത് ഇല്ല. ഇനി അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ റസൂലുള്ള പറഞ്ഞു, അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് റസൂലുള്ള പറഞ്ഞു, എന്റെ അടിമകൾ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആരാ പറയണത്? അള്ളാഹ് പറയണേ, എന്റെ അടിമകൾ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ള കാരണം പറഞ്ഞെന്താണെന്നറിയോ? അവരെ ചില ദിവസങ്ങളെയും ചില മാസങ്ങളെയും ഒക്കെ മോശമാക്കി, കാലത്തെ മോശമാക്കി കാണുന്നു എന്നാണ്. റസൂലുള്ള പറഞ്ഞു, ലാ തസുബ്ബു അദ്ദഹ്റ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. ഫഇന്നല്ലാഹ ഹുവദ്ദഹ്ർ, അല്ലാഹു ആണ് കാലം. അതുകൊണ്ട് ചൊവ്വാഴ്ച നന്നല്ല, ആ 1 മുതൽ 10 വരെ മുഹറത്തിൽ നന്നല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാനെയാണ് ചീത്ത വിളിക്കുന്നത് എന്നാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച മഹാപകടം. അതുകൊണ്ട് കൂട്ടരെ, വിട്ടു നിൽക്കണം. നമ്മൾ പാഠങ്ങൾ പഠിക്കേണ്ടത് പഠിച്ചും ഓരോ കാലഘട്ടത്തിലും അറിയേണ്ടത് അറിഞ്ഞും പക്വതയോടെ വിനയത്തോടു കൂടി ഇസ്ലാമിന്റെ ബാലപാഠങ്ങളും അല്ലാത്തതുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഹ്സിനീങ്ങളിലും ഉൾപ്പെടാൻ ശ്രമിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ ചില ആളുകൾ ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട്, ചില മുഖങ്ങൾ, അവർ ഞങ്ങളോടൊപ്പം ഇന്ന് ഇല്ല. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് അവർ ഖബറിന്റെ അടിയിലാണ്, മണ്ണിന്റെ അടിയിലാണ്. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹു, അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, കുടുംബപരമായി വ്യത്യസ്ത തോതിലും അളവിലും വ്യത്യസ്ത പ്രതിസന്ധികൾ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നാഥാ, മനസ്സറിയുന്നവനും എല്ലാം അറിയുന്നവനും നീയാണ്. ഞങ്ങൾക്ക് നീ വിടുതലിനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, ശിഫാ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ശിഫാ നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൽക്കുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അതിജയിച്ച് ഒറ്റക്കുടക്കീഴിൽ അവരെ നീ ഒന്നിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ആളുകളിൽ ഞങ്ങളെയും എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد. أقم الصلاة.